എല്ലാ കുട്ടികൾക്കും റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷാജി KV. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വാഴമുട്ടം ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഫിസിക്സ് അധ്യാപകനാണ്. ഞാൻ ജ്യോതിസ് PS, തിരുവനന്തപുരം ജില്ലയിലെ നാലാഞ്ചിറയ്ക്കടുത്തുള്ള കറ്റച്ചക്കോണം ഗവൺമെൻറ് ഹൈസ്കൂളിലെ അധ്യാപകനാണ്. നമ്മുടെ ഊർജ്ജതന്ത്രത്തിലെ 7 യൂണിറ്റുകളിലായി നിങ്ങളെ ഇന്ന് ഞങ്ങൾ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട കുറേ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ യൂണിറ്റ് വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ. അതിലാദ്യത്തെ ഫോക്കസ് ഏരിയ വൈദ്യുത ഉപകരണങ്ങളിലെ ഊർജ്ജമാറ്റം എന്നതാണ്. എനർജി ചേഞ്ച് ഇൻ ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായും വൈദ്യുതിയുടെ താപഫലത്തെയും പ്രകാശഫലത്തെയും കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു മാതൃകാ ചോദ്യം നമുക്ക് നോക്കാം. ഉചിതമായി പൂരിപ്പിക്കുക. ഇലക്ട്രിക് ഹീറ്റർ, അതുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നത് താപഫലമാണ്. അങ്ങനെയെങ്കിൽ ഇൻകാൻഡസൻ്റ് ലാമ്പ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന പദം എന്തായിരിക്കും? ഇലക്ട്രിക് ഹീറ്ററിന് താപഫലമെങ്കിൽ ഇൻകാൻഡസൻ്റ് ലാമ്പിന് പ്രകാശഫലമായിരിക്കും. വൈദ്യുതോർജ്ജത്തെ ഒരു ഉപകരണം പ്രയോജനപ്രദമായ ഏത് ഊർജ്ജരൂപത്തിലേക്കാണോ മാറ്റുന്നത് അതായിരിക്കും അതിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലമായി കണക്കാക്കുന്നത്. ഇലക്ട്രിക്കൽ ഇഫക്റ്റ്. ഇനി അടുത്ത ഫോക്കസ് ഏരിയയിലേക്ക് പോകാം. വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം, ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ജൂൾ നിയമമാണ്. ജൂൾ നിയമവുമായി ബന്ധപ്പെട്ട ഒരു മാതൃകാ ചോദ്യം പരിശോധിക്കാം. തുല്യ നീളവും വണ്ണവും ഉള്ള അലൂമിനിയം വയറും നിക്രോം വയറും ബാറ്ററിയുമായി ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. സ്വിച്ച് ഓൺ ചെയ്താൽ ഏത് വയർ കൂടുതൽ ചൂടാകും? എന്തുകൊണ്ട്? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 വയറുകളും അലൂമിനിയം വയറും നിക്രോം വയറും ശ്രേണി രീതിയിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുമ്പോൾ 2 വയറുകളിലൂടെയും ഉള്ള വൈദ്യുത പ്രവാഹം, കറണ്ട് ഒരുപോലെയായിരിക്കും. 2 വയറുകളിലൂടെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയവും ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധം കൂടിയ നിക്രോം വയറിൽ കൂടുതൽ താപം ഉണ്ടാകാനാണ് സാധ്യത. ജൂൾ നിയമം അനുസരിച്ച് H=I²RT എന്നാണ്. Iയും Tയും സ്ഥിരമാകുമ്പോൾ അവിടെ താപത്തെ സ്വാധീനിക്കുന്ന ഘടകം പ്രതിരോധം മാത്രമാണ്. അതുപോലെ H=IVT, H=V²T/R എന്നീ സമവാക്യങ്ങളും ഓർക്കേണ്ടതുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വൈദ്യുതവാഹിയായ ചാലകത്തിൽ ഉണ്ടാകുന്ന താപത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളേവ? നമ്മുടെ സമവാക്യം അനുസരിച്ച് H=I²RT, കറണ്ട്, പ്രതിരോധം, സമയം. അതുപോലെ തന്നെ V²/R × T, അവിടെ പൊട്ടൻഷ്യൽ വ്യത്യാസം, പ്രതിരോധം, സമയം. മൂന്നാമത്തെ ഇക്വേഷൻ H=VIT, പൊട്ടൻഷ്യൽ വ്യത്യാസം, കറണ്ട്, സമയം. പൊതുവായി പറഞ്ഞാൽ കറണ്ട്, വോൾട്ടത, പ്രതിരോധം, സമയം എന്നീ ഘടകങ്ങളെയാണ് ഒരു ചാലകത്തിലുണ്ടാകുന്ന വൈദ്യുതോർജ്ജത്തിൻ്റെ അളവ് ആശ്രയിച്ചിരിക്കുന്നത്. ഈ ഘടകങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം പ്രസ്താവിക്കുക, സമവാക്യം എഴുതുക. നിയമം ജൂൾ നിയമമാണ്. ജൂൾ നിയമം നമുക്കറിയാം. അതുപോലെ തന്നെ സമവാക്യങ്ങളും നമ്മൾ തൊട്ട് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ഗണിത പ്രശ്നം കൂടി നമുക്ക് നോക്കാം. ഒരു പ്രോബ്ലം. 100 ഓം പ്രതിരോധമുള്ള ഒരു ചാലകത്തിൽ കൂടി 1 ആംപിയർ കറണ്ട് 1 മിനിറ്റ് നേരം പ്രവഹിച്ചാൽ ഉണ്ടാകുന്ന താപത്തിൻ്റെ അളവ് കണക്കാക്കാം. എങ്ങനെ കണക്കാക്കാം നമുക്ക്? ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുള്ള ഡേറ്റ ആദ്യം നമ്മൾ എഴുതേണ്ടതുണ്ട്. 100 ഓം പ്രതിരോധം, അതായത് റെസിസ്റ്റൻസ് R=100 ഓം, കറണ്ട് 1 ആംപിയർ, 1 മിനിറ്റ് സമയമാണ് പ്രവഹിക്കുന്നത്. T=1 മിനിറ്റ്. 1 മിനിറ്റ് എന്നുള്ളത് നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റേണ്ടതുണ്ട്. 1 മിനിറ്റ് = 60 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിട്ടുള്ള ഡേറ്റ അനുസരിച്ച് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ H=I²RT എന്നാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. അടുത്ത ഫോക്കസ് ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ വൈദ്യുത പവറാണ്.
വൈദ്യുത പവർ എന്ന് പറയുന്നത് യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുതോപകരണം വിനിയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ്. വൈദ്യുത പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. ഒരു വാട്ട് എന്ന് പറയുന്നത് ഒരു ജൂൾ പെർ സെക്കൻഡാണ്. 100 ഓം പ്രതിരോധമുള്ള ഒരു താപന ഉപകരണത്തിലൂടെ 2 ആമ്പിയർ വൈദ്യുതി പ്രവഹിക്കുന്നുവെങ്കിൽ ഉപകരണത്തിൻ്റെ പവർ എത്രയായിരിക്കും? ഇവിടെ പ്രതിരോധം തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് R=100 ഓം ആണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് കറണ്ട് ഇൻറ്റൻസിറ്റി I=2 ആംപിയർ ആണ്. അങ്ങനെയെങ്കിൽ P=I²R. അപ്പോൾ 2² × 100 4 × 100 400 വാട്ട്. ഇനി വൈദ്യുത താപനോപകരണങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് സേഫ്റ്റി ഫ്യൂസ് എന്ന ഉപകരണമാണ്. വീടുകളിലെ വൈദ്യുത സർക്യൂട്ടിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഉപകരണങ്ങൾക്ക്, ഈ വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന വ്യക്തികൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സുരക്ഷാ ഫ്യൂസ് അഥവാ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത്. സേഫ്റ്റി ഫ്യൂസിൻ്റെ പ്രധാന ഘടകമെന്ന് പറയുന്നത് ഫ്യൂസ് വയറാണ്. ടിൻ, ലെഡ് ഇവ ചേർന്ന ലോഹസങ്കരങ്ങൾ കൊണ്ടാണ് ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്നത്. ഫ്യൂസ് വയർ സർക്യൂട്ടിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് ഫ്യൂസ് വയറിൻ്റെ ആംബിയറേജ്. ആംബിയറേജ് കണക്കാക്കുന്നത് വാട്ടേജ് ബൈ വോൾട്ടേജ്, അല്ലെങ്കിൽ ആ ഉപകരണത്തിൻ്റെ പവറിനെ അത് പ്രവർത്തിക്കുന്ന വോൾട്ടേജ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആ സർക്യൂട്ടിൽ ഉപയോഗിക്കേണ്ട ഫ്യൂസ് വയറിൻ്റെ ആംബിയറേജ് ലഭിക്കും. ഫ്യൂസ് വയർ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത് സർക്യൂട്ടിൽ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോഴാണ്. സർക്യൂട്ടിൽ 2 സന്ദർഭങ്ങളിലാണ് അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത്. ഒന്ന് ഓവർലോഡിംഗ്, ഒന്ന് ഷോർട്ട് സർക്യൂട്ട്. ഇനി അടുത്ത ഫോക്കസ് ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രതിരോധകങ്ങളുടെ ക്രമീകരണമാണ്. ദാറ്റ് ഈസ് അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ സർക്യൂട്ട്സ്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ശ്രേണി രീതിയാണ്. ഒരു പ്രതിരോധകത്തിൻ്റെ അഗ്രത്തിൽ രണ്ടാമതൊരു പ്രതിരോധകവും അതിൻ്റെ അഗ്രത്തിൽ മൂന്നാമത്തെ പ്രതിരോധകവും ഒരു മാലമുത്തുകൾ കോർക്കുന്നത് പോലെ ക്രമീകരിക്കുന്നതിനാണ് നമ്മൾ ശ്രേണി രീതി അഥവാ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ശ്രേണി രീതിയുടെ പ്രത്യേകത എല്ലാ പ്രതിരോധകങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന കറണ്ട് തുല്യമായിരിക്കുമെന്നതാണ്. ഇവിടെ സഫല പ്രതിരോധം കണ്ടുപിടിക്കാൻ എത്ര പ്രതിരോധകങ്ങളുണ്ടോ ഓരോ പ്രതിരോധകങ്ങളുടെയും വിലകൾ തമ്മിൽ കൂട്ടിയാൽ മതിയാകും. ഉദാഹരണം, R1, R2 എന്നീ 2 പ്രതിരോധകങ്ങൾ ശ്രേണി രീതിയിൽ ഘടിപ്പിച്ചാൽ സഫല പ്രതിരോധം R=R1 + R2 ആയിരിക്കും. R=R1 + R2. സർക്യൂട്ടിലെ സഫല പ്രതിരോധം ആ ഗ്രൂപ്പിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും ഉയർന്ന പ്രതിരോധത്തേക്കാൾ കൂടുതലായിരിക്കും എന്ന കാര്യം ഓർമ്മിക്കുക. രണ്ടാമത്തെ രീതി സമാന്തര രീതിയാണ്. 2 ഓം പ്രതിരോധകങ്ങൾ സമാന്തരമായി ഘടിപ്പിച്ചാൽ സഫല പ്രതിരോധം കണക്കാക്കുക. ഇവിടെ സഫല പ്രതിരോധം കണക്കാക്കാൻ ഈ പ്രതിരോധകങ്ങളുടെ വിൽക്രമങ്ങൾ കൂട്ടുകയാണ് വേണ്ടത്. അതായത് സമാന്തര രീതിയിൽ സഫല പ്രതിരോധം കണ്ടെത്താൻ 1/R = 1/R1 + 1/R2 ആയിരിക്കും. ഇവിടെ 2 ഓം പ്രതിരോധങ്ങളാണ് തന്നിരിക്കുന്നത്. 2 ഓം പ്രതിരോധങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1/R = 1/2 + 1/2. Then we get R=1 ohm. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രതിരോധകങ്ങൾ തന്നിരുന്നാൽ അവ ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും കൂടിയ പ്രതിരോധവും ഏറ്റവും കുറഞ്ഞ പ്രതിരോധവും നിർമ്മിക്കുവാൻ സാധിക്കും. ഏറ്റവും കൂടിയ പ്രതിരോധം ആവശ്യമുള്ള സമയത്ത് പ്രതിരോധകങ്ങളെ ശ്രേണി രീതിയിലും ഏറ്റവും കുറവ് പ്രതിരോധം ആവശ്യമുള്ള സമയത്ത് പ്രതിരോധകങ്ങളെ സമാന്തര രീതിയിലും ബന്ധിപ്പിക്കേണ്ടതാണ്. പ്രതിരോധകങ്ങളെ സമാന്തര രീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം, ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ആ ഗ്രൂപ്പിലുള്ള ഏറ്റവും ചെറിയ പ്രതിരോധത്തേക്കാൾ കുറവായിരിക്കും. ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്, അതായത് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ഓഫ് number of resistors when connected in parallel is less than the smallest resistance in the group. അടുത്ത ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഫിലമെൻ്റ് ലാമ്പാണ്. ഫിലമെൻ്റ് ലാമ്പിനെ കുറിച്ച് പറയുമ്പോൾ ഫിലമെൻ്റ് ലാമ്പിൻ്റെ ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കുന്നത് ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ എന്ന് പറയുന്ന ലോഹം കൊണ്ടാണ് ഫിലമെൻ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ചോദ്യം പരിശോധിക്കാം. ഇൻകാൻഡസൻ ലാമ്പിൽ ഫിലമെൻ്റായി ഉപയോഗിക്കുന്ന വസ്തു ഏത്? ടങ്സ്റ്റൺ ആണ്. ഇത് ബൾബിൽ വൈദ്യുതിയുടെ പ്രകാശഫലം, ലൈറ്റിംഗ് ഇഫക്റ്റാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ടങ്സ്റ്റൺ ഫിലമെൻ്റായി ഉപയോഗിക്കുന്നത്?
ടങ്സ്റ്റൻ്റെ ദ്രവണാങ്കം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റി വളരെ കൂടുതലാണ്. ഇതിന് കൂടുതൽ നേരം വൈറ്റ് ഹോട്ടായി, അതായത് നല്ല ചുട്ടുപഴുത്ത് വെളുത്ത നിറത്തിൽ നിൽക്കാനും കഴിയും. ഈ ബൾബിൻ്റെ ഉൾവശം വായുശൂന്യമാക്കിയിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾവശത്ത് നൈട്രജൻ അല്ലെങ്കിൽ അലസവാതകങ്ങൾ നിറച്ചിരിക്കും. എന്തുകൊണ്ടായിരിക്കും? വായു ശൂന്യമാക്കിയിരിക്കുന്നത് കൊണ്ട് ടങ്സ്റ്റൺ ഫിലമെൻറ്റിൻ്റെ ഓക്സീകരണം കുറയ്ക്കാൻ സാധിക്കും. ബൾബിനുള്ളിൽ അലസവാതകങ്ങളോ നൈട്രജനോ നിറച്ചിട്ടുണ്ട്. ഫിലമെൻറ്റിൻ്റെ വേപ്പറൈസേഷൻ, ബാഷ്പീകരണ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. ഇനി അടുത്ത് നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിലെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാം. രണ്ടാമത്തെ യൂണിറ്റ് വൈദ്യുതകാന്തിക ഫലമാണ്. അതിലെ ഫോക്കസ് ഏരിയ, ആദ്യത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് വൈദ്യുതപ്രവാഹമുള്ള ചാലകത്തിന് ചുറ്റും ഉണ്ടാകുന്ന കാന്തിക മണ്ഡലം എന്ന പോയിന്റാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനം നോക്കാം. സ്വതന്ത്രമായി നിൽക്കുന്ന കാന്തസൂചിക്ക് മുകളിലൂടെ അതിന് സമാന്തരവും അടുത്തുമായി അതേ ദിശയിൽ AB എന്ന ചാലകം ക്രമീകരിച്ച ശേഷം സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഇവിടെ AB എന്ന ഒരു ചാലകമുണ്ട്. ആ ചാലകം ഒരു സെല്ലുമായും ഒരു സ്വിച്ചുമായും ഒരു റിയോസ്റ്റാറ്റുമായി ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ചാലകത്തിന് താഴെയായി ഒരു മാഗ്നറ്റിക് നീഡിലും വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കാന്തസൂചി ചലിക്കുന്നു. ഇതിനെന്തായിരിക്കും കാരണം? കാന്തസൂചിയിൽ ഒരു ബലം തീർച്ചയായും അനുഭവപ്പെടണം, എന്നാൽ മാത്രമേ കാന്തസൂചി ചലിക്കത്തുള്ളൂ. കാന്തസൂചിക്ക് ചുറ്റും സ്ഥിരമായി ഒരു മാഗ്നറ്റിക് ഫീൽഡുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡും വൈദ്യുതി പ്രവഹിക്കുമ്പോൾ AB എന്ന ചാലകത്തിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള പ്രതിപ്രവർത്തനം കൊണ്ടാണ് കാന്തസൂചി ചലിക്കുന്നത്. ഇവിടെ കാന്തസൂചിയുടെ ചലനദിശ കാണാൻ സഹായിക്കുന്ന നിയമം ഏതാണ്? വലതുകൈ പെരുവിരൽ നിയമം, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. കാന്തസൂചിയുടെ വിഭ്രംശം എതിർദിശയിലാക്കാൻ ഒരു മാർഗം നിർദ്ദേശിക്കുക. രണ്ട് മാർഗങ്ങൾ ഉണ്ട്. ഒന്നാമത്തെ മാർഗം വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ തിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ മാർഗം ചാലകത്തെ കാന്തസൂചിക്ക് താഴെയായി ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് ഒരു സോളിനോയിഡിന് ചുറ്റുമുണ്ടാകുന്ന, വൈദ്യുതവാഹിയായ സോളിനോയിഡിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തെക്കുറിച്ചാണ്. ഇവിടെ ഒരു സോളിനോയിഡ് എടുത്തിട്ടുണ്ട്. സോളിനോയിഡിനെ ഒരു സെല്ലുമായും ഒരു റിയോസ്റ്റാറ്റുമായും ബന്ധിപ്പിച്ചിരിക്കുന്നു. സർപ്പിളാകൃതിയിൽ ചുറ്റിയെടുത്തിട്ടുള്ള ഒരു വൈദ്യുത ചാലകം, കവചിത ചെമ്പുകമ്പിയാണ് സോളിനോയിഡ്. സോളിനോയിഡും, അതായത് വൈദ്യുതവാഹിയായ ഒരു സോളിനോയിഡിലുണ്ടാകുന്ന കാന്തിക മണ്ഡലവും ഒരു ബാർ കാന്തത്തിൻ്റെ കാന്തിക മണ്ഡലവും സമാനമാണ്. ഇനി ഇവ തമ്മിലും ചില വ്യത്യാസങ്ങളുണ്ട്, നമുക്ക് പരിശോധിക്കാം. ബാർ കാന്തത്തിനു ചുറ്റുമുള്ള കാന്തശക്തി സ്ഥിരമാണ്, എന്നാൽ സോളിനോയിഡിന് ചുറ്റുമുള്ള കാന്തശക്തി താൽക്കാലികമാണ്. ഒരു ബാർ കാന്തത്തിൻ്റെ കാന്തശക്തി നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ സോളിനോയിഡിൻ്റെ കാന്തശക്തി അതിൽ കൂടിയുള്ള കറണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ടോ ചുറ്റുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടോ സോളിനോയിഡിൻ്റെ കോറിൻ്റെ ഛേദതല പരപ്പളവ് വർദ്ധിപ്പിച്ചുകൊണ്ടോ വർദ്ധിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ബാർ കാന്തത്തിൻ്റെ ധ്രുവങ്ങൾ, പോൾസ്, പരസ്പരം മാറ്റാൻ സാധിക്കുകയില്ല. ബാർ കാന്തത്തിൻ്റെ പോൾസ് ഇൻ്റർചേഞ്ച് ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ ഒരു സോളിനോയിഡിൽ കൂടിയുള്ള വൈദ്യുതപ്രവാഹത്തിൻ്റെ ദിശയിൽ മാറ്റം വരുത്തിക്കൊണ്ട് സോളിനോയിഡിൻ്റെ പോളുകളുടെ ധ്രുവത മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ ഒരു സോളിനോയിഡിന് ചുറ്റും ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമുക്ക് ചർച്ച ചെയ്താലോ? നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഒരു സോളിനോയിഡിൽ കൂടിയുള്ള വൈദ്യുതപ്രവാഹ തീവ്രത വർദ്ധിപ്പിച്ചുകൊണ്ടോ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ടോ ചുറ്റുകളുടെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ കോറായിട്ട് ഉപയോഗിക്കുന്ന വസ്തുവിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂട്ടിക്കൊണ്ടോ ഒക്കെ സോളിനോയിഡിൻ്റെ കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാവുന്നതാണ്. അടുത്ത ഫോക്കസ് ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ മോട്ടോർ തത്വമാണ്. മോട്ടോർ തത്വം, അതായത് ഒരു മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ഇറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് എന്നതാണ്. ഈ വൈദ്യുത ചാലകത്തെ സ്വതന്ത്രമായി തിരിയത്തക്ക രീതിയിലോ കറങ്ങത്തക്ക രീതിയിലോ ക്രമീകരിച്ചാൽ അവ തുടർച്ചയായി ചലിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും. അടുത്തതായി ഒരു DC മോട്ടോറിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഘടന ഒന്ന് പരിശോധിക്കാം.
ഡി സി മോട്ടോറിൽ പ്രധാനമായും ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ, സ്പ്ലിറ്റ് റിങ്സ്, ബ്രഷസ് എന്നിവയാണ് ഉള്ളത്. ഈ ആർമേച്ചർ ഫീൽഡ് മാഗ്നറ്റിൻ്റെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങൾക്കിടയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ആർമേച്ചറിന് സ്വതന്ത്രമായി ഒരു അക്ഷത്തെ ആസ്പദമാക്കി തിരിയാനും സാധിക്കും. ഒരു ഡി സി മോട്ടോർ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആൻ ഇലക്ട്രിക് മോട്ടോർ കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. ഈ മോട്ടോർ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊരു ഉപകരണമാണ് ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ ഓർ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. നമുക്കതിൻ്റെ ഘടന ഒന്ന് പരിശോധിക്കാം. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ അഥവാ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിൻ്റെ പ്രധാന ഭാഗം അതിൻ്റെ വോയിസ് കോയിലാണ്. വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു വോയിസ് കോയിൽ. ഈ വോയിസ് കോയിൽ ഫീൽഡ് മാഗ്നറ്റിൻ്റെ ധ്രുവങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആംപ്ലിഫയറിൽ നിന്നുള്ള വൈദ്യുത സിഗ്നലുകൾ വോയിസ് കോയിലെത്തുമ്പോൾ വോയിസ് കോയിലിന്മേൽ ഒരു ബലം അനുഭവപ്പെടുകയും അത് കമ്പനം ചെയ്യുകയും ചെയ്യുന്നു, അത് വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. തൽഫലമായി ഈ വോയിസ് കോയിലുമായി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡയഫ്രം, പേപ്പർ കോൺ കമ്പനം ചെയ്യുകയും ചുറ്റുമുള്ള വായുവിനെ കമ്പനം ചെയ്യുകയും ചെയ്യും. യഥാർത്ഥ ശബ്ദം ഉച്ചതയിൽ നമുക്ക് പുറപ്പെടുവിക്കാനും സാധിക്കും. ഇതിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? ഇവിടെ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മോട്ടോർ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. ഇനി അടുത്തതായി നമുക്ക് മൂന്നാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം. വൈദ്യുതകാന്തിക പ്രേരണം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതിൽ ആദ്യത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് വൈദ്യുത കാന്തിക പ്രേരണത്തെ അല്ലെങ്കിൽ പ്രേരിത EMF സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. ഒരു പ്രവർത്തനത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 2 ചിത്രങ്ങൾ തന്നിരിക്കുകയാണ്. ആ ചിത്രങ്ങളിൽ 2 കമ്പിച്ചുരുളുകളുണ്ട്. ആ കമ്പിച്ചുരുളുകളുടെ അഗ്രങ്ങൾ ഒരു ഗാൽവനോമീറ്ററുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ കമ്പിച്ചുരുളിനുള്ളിലേക്ക് ഒരു ബാർ കാന്തം കൊണ്ടുവരുന്നു. രണ്ടാമത്തെ ചിത്രത്തിൽ കമ്പിച്ചുരുളിനുള്ളിൽ നിന്നും ബാർ കാന്തം പുറത്തേക്കെടുക്കുന്നു. ഇലക്ട്രിക് കറണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സർക്യൂട്ട് വെൻ ആൻ എക്സ്പെരിമെൻ്റ് ഈസ് സെറ്റ് അപ്പ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. നെയിം ദ ഫിനോമിനൻ ബിഹൈൻഡ് ദ ഫ്ലോ ഓഫ് കറണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണം. റൈറ്റ് ദ നെയിം ഓഫ് ദി കറണ്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ. ഇൻഡ്യൂസ്ഡ് കറണ്ട്, പ്രേരിത കറണ്ട്, പ്രേരിത വൈദ്യുതി. Define electromagnetic induction. Whenever the magnetic flux linked with a conductor changes, an EMF is induced in that conductor. This phenomenon is called as electromagnetic induction. The current thus produced is called induced current. What are the factors influencing the intensity of current? Number of turns of the coil, the strength of the magnet, and the speed of motion of the magnet or the coil. അടുത്ത ഫോക്കസ് ഏരിയ AC ജനറേറ്റർ, DC ജനറേറ്റർ, അവയുടെ ഘടന, പ്രവർത്തനം എന്നിവയാണ്. അതുമായി ബന്ധപ്പെട്ട് 1-2 പ്രവർത്തനങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. വൈദ്യുതകാന്തിക പ്രേരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് വൈദ്യുത ജനറേറ്റർ. വൈദ്യുത ജനറേറ്റർ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ, സ്ലിപ്പ് റിങ്സ്, ബ്രഷസ്, ഗ്രാഫൈറ്റ് ബ്രഷസ് എന്നിവയാണ്. ആർമേച്ചറിന് ഒരു സ്വതന്ത്രമായ അക്ഷത്തെ ആസ്പദമാക്കി കറക്കാൻ സാധിക്കുന്നതാണ്. ചിത്രം തന്നതിന് ശേഷം ആ ചിത്രത്തിലെ പാർട്സ്, പല ഭാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാവുന്നതാണ്. ഇവിടെ ചിത്രത്തിൽ ആർമേച്ചർ നടുക്ക് കാണുന്ന ഫീൽഡ് മാഗ്നറ്റിന് നടുക്കായി ക്രമീകരിച്ചിരിക്കുന്ന ചതുരാകൃതിയിലുള്ള ഭാഗമാണ് ആർമേച്ചർ. എ എന്ന ചോദ്യത്തിൻ്റെ ആൻസർ അതാണ്. ബി ഫീൽഡ് മാഗ്നറ്റ് ആണ് അല്ലെങ്കിൽ ഫീൽഡ് കാന്തമാണ്. സി എന്ന് പറയുന്നത് സ്ലിപ്പ് റിങ്സ് ആണ്. ഡി ബ്രഷുകളാണ്. ഇനി അടുത്ത് നമുക്ക് ഒരു DC ജനറേറ്ററിൻ്റെ ഘടന പരിശോധിക്കാം. ഇവിടെയും ഫീൽഡ് കാന്തമുണ്ട്,
ആർമേച്ചറുണ്ട്, ബ്രഷുകളുണ്ട്. പക്ഷേ എ സി ജനറേറ്ററിൽ നിന്ന് വരുന്നൊരു വ്യത്യാസമെന്ന് പറയുന്നത് എ സി ജനറേറ്ററിലെ സ്ലിപ്പ് റിങ്ങുകൾക്ക് പകരം ഇൻസ്റ്റെഡ് ഓഫ് സ്ലിപ്പ് റിങ്സ് ഇൻ എ സി ജനറേറ്റർ ഹിയർ വി യൂസ് സ്പ്ലിറ്റ് റിങ്സ്. സ്പ്ലിറ്റ് റിങ്ങുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ബാഹ്യ സർക്യൂട്ടിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചാണ്. ഇനി നമുക്ക് ഒരു എ സി ജനറേറ്ററിൽ നിന്നും ഡി സി ജനറേറ്ററിൽ നിന്നും അതുപോലെ തന്നെ ഒരു ബാറ്ററിയിൽ നിന്നും ലഭിക്കുന്ന ഔട്ട്പുട്ടുകളെ ഒരു ഗ്രാഫ് രൂപത്തിൽ ചിത്രീകരിച്ച് നോക്കാം. എങ്ങനെയായിരിക്കും നമുക്ക് ലഭിക്കുന്നതെന്ന്. തുടർച്ചയായി ദിശാവ്യതിയാനം ഉണ്ടാകുന്ന വൈദ്യുതിയാണ് എ സി ജനറേറ്ററിൽ നിന്നും ലഭിക്കുന്നത്. എന്നാൽ ഡി സി ജനറേറ്ററിൽ നിന്ന് ലഭിക്കുന്നത് ദിശാവ്യതിയാനം വരുന്നില്ല, പക്ഷേ അതിൻ്റെ വിലകൾ തുടർച്ചയായി മാറിക്കൊണ്ടേ ഇരിക്കുന്നു. ഒരു ഡി സി ജനറേറ്ററിൽ നിന്ന് കിട്ടുന്ന അളവിന്, വൈദ്യുതിയുടെ അളവിന് വ്യത്യാസം വരുന്നു, എന്നാൽ ദിശാവ്യതിയാനം സംഭവിക്കുന്നില്ല. പക്ഷേ ഒരു സെല്ലിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതിയുടെ അളവ് എപ്പോഴും സ്ഥിരമായിരിക്കും. അടുത്ത ഫോക്കസ് ഏരിയ ട്രാൻസ്ഫോർമറുകൾ, ഘടന, അവയുടെ പ്രവർത്തനം എന്നിവയാണ്. പവറിൽ വ്യത്യാസം വരാതെ വോൾട്ടത വ്യത്യാസപ്പെടുത്താൻ സഹായിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോർമർ. 2 തരത്തിലാണ് ട്രാൻസ്ഫോർമറുകൾ ഉള്ളത്: സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. എ സിയുടെ വോൾട്ടത ഉയർത്തുന്നതിനാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുകൾ ഉപയോഗിക്കുന്നത്. എ സിയുടെ വോൾട്ടത താഴ്ത്താനായിട്ട് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകളും ഉപയോഗിക്കുന്നു. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിൽ ചുറ്റുകളുടെ എണ്ണം കുറവും സെക്കൻഡറിയിൽ ചുറ്റുകളുടെ എണ്ണം കൂടുതലുമായിരിക്കും. എന്നാൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂടുതലും സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കുറവുമായിരിക്കും. തന്നിരിക്കുന്ന പ്രസ്താവനകളെ സ്റ്റെപ്പ് അപ്പ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറുകൾക്ക് അനുയോജ്യമായി തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. ഇവിടെ ഒന്നാമത്തെ പ്രസ്താവന പ്രൈമറി ചുറ്റുകളുടെ എണ്ണം സെക്കൻഡറിയേക്കാൾ കുറവ്. അപ്പോൾ ഇവിടെ പ്രൈമറി ചുറ്റുകളുടെ എണ്ണം കുറവും സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം കൂടുതലുമാണ്. അപ്പോൾ ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രൈമറി ചുറ്റുകളുടെ എണ്ണം സെക്കൻഡറിയേക്കാൾ കൂടുതലാണ്. പ്രൈമറി ചുറ്റുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ ഇത് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. ഇൻപുട്ട് വോൾട്ടത ഔട്ട്പുട്ട് വോൾട്ടതയേക്കാൾ കൂടുതൽ. ഇൻപുട്ട് വോൾട്ടത കൂടുതലാണ്, ഔട്ട്പുട്ട് വോൾട്ടത കുറവാണ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. ഔട്ട്പുട്ട് വോൾട്ടത ഇൻപുട്ട് വോൾട്ടതയേക്കാൾ കൂടുതൽ. ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുതലായതുകൊണ്ട് ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്. പ്രൈമറി കോയിലിൻ്റെ കനം സെക്കൻഡറി കോയിലിനേക്കാൾ കൂടുതലാണ്. പ്രൈമറി കോയിലിൻ്റെ കനം കൂടുതലായതുകൊണ്ട് അവിടെ പ്രതിരോധം കുറവും കറണ്ട് കൂടുതലുമായിരിക്കും. കറണ്ട് കൂടുതലായെങ്കിൽ വോൾട്ടേജ് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ പ്രൈമറിയിലെ വോൾട്ടേജ് കുറവാണ്. പ്രൈമറിയിലെ വോൾട്ടേജ് കുറവാണെങ്കിൽ സെക്കൻഡറിയിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്. സെക്കൻഡറി കോയിലിൻ്റെ കനം പ്രൈമറി കോയിലിനേക്കാൾ കൂടുതൽ. സെക്കൻഡറി കോയിലിൻ്റെ കനം കൂടുതലാണ്. കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ കറണ്ട് കൂടുതലും വോൾട്ടേജ് കുറവുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. ഇൻപുട്ട് കറണ്ട് ഔട്ട്പുട്ട് കറണ്ടിനേക്കാൾ കൂടുതൽ. ഇവിടെ ഇൻപുട്ട് കറണ്ട് കൂടുതലാണ്. ഇൻപുട്ട് കറണ്ട് കൂടുതലായതുകൊണ്ട് വോൾട്ടേജ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ സെക്കൻഡറിയിലെ വോൾട്ടേജ് ആയിരിക്കും കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും. അടുത്തതായി നമുക്ക് ഒരു ചലിക്കും ചുരുൾ മൈക്രോഫോണിനെ പരിചയപ്പെടാം. ചലിക്കും ചുരുൾ മൈക്രോഫോൺ എന്ന് പറയുന്നത് വൈദ്യുതകാന്തിക പ്രേരണം എന്ന് പറയുന്ന തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ്. ഇത് ചലിക്കും ചുരുൾ മൈക്രോഫോൺ വൈദ്യുതകാന്തിക പ്രേരണം എന്ന് പറയുന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഇത് ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കതിൻ്റെ ചിത്രം പരിശോധിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ചിത്രം സൂചിപ്പിക്കുന്ന ഉപകരണം ഏതാണ്? ഇത് ഒരു മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. ചലിക്കും ചുരുൾ മൈക്രോഫോൺ. എ, ബി, സി എന്നീ ഘടകങ്ങളുടെ പേരെഴുതാനാണ്. എ എന്ന് പറയുന്നത് ഫീൽഡ് കാന്തമാണ്. എ ഡയഫ്രം, ബി വോയിസ് കോയിൽ, സി ഫീൽഡ് കാന്തം. ഈ ഉപകരണത്തിൻ്റെ പ്രവർത്തന തത്വം വൈദ്യുതകാന്തിക പ്രേരണം, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ ഉപകരണത്തിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? സൗണ്ട് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള ഉപകരണത്തിൻ്റെ പ്രവർത്തനം വിശദമാക്കുക. മൈക്രോഫോണിന് മുന്നിൽ ഉണ്ടാകുന്ന ശബ്ദ സിഗ്നലുകൾക്ക് അനുസരിച്ച് ഡയഫ്രം കമ്പനം ചെയ്യുകയും ഈ ഡയഫ്രവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന വോയിസ് കോയിൽ കമ്പനം ചെയ്യുകയും അതിൽ വൈദ്യുത സ്പന്ദനങ്ങൾ, ഇലക്ട്രിക് പൾസസ്
ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഇലക്ട്രിക് പൾസസ് ആംപ്ലിഫയർ ഉപയോഗിച്ച് പുഷ്ടിപ്പെടുത്തുകയും അങ്ങനെ പുഷ്ടിപ്പെടുത്തിയ വൈദ്യുത സിഗ്നൽസിനെ ലൗഡ് സ്പീക്കറിലേക്ക് അയക്കുകയും ചെയ്യുന്നു. പ്രസ്തുത ഉപകരണത്തിൽ നിന്നും പുറത്തു വരുന്ന സിഗ്നൽ ശക്തീകരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഇവിടെ ആംപ്ലിഫയർ ഉപയോഗിച്ചുകൊണ്ടാണ് സിഗ്നലുകളെ ശക്തീകരിക്കുന്നത്. ഇനി അടുത്ത് നോക്കാം നമുക്ക്. വൈദ്യുതാഘാതം ഏൽക്കുന്ന ഒരാളിന് കൊടുക്കേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? അതുപോലെ തന്നെ വൈദ്യുത ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുത്തിരിക്കണമെന്നുള്ളതാണ്. വൈദ്യുത ആഘാതം ഏറ്റതായി കണ്ടാൽ ഉടൻ തന്നെ നമ്മൾ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായി മെയിൻ സ്വിച്ച് ഓഫാക്കുകയാണ് വേണ്ടത്. അതിനുശേഷം അയാളുടെ ശരീരം അമർത്തി തടവുകയോ തിരുമുകയോ ചെയ്യേണ്ടതാണ്. വൈദ്യുതാഘാതം ഏൽക്കുന്ന സമയത്ത് ബോഡി ടെമ്പറേച്ചർ, ശരീര താപനില കുറയും. ഇങ്ങനെ കുറയുമ്പോൾ രക്തത്തിൻ്റെ വിസ്കോസിറ്റി കൂടുകയും അങ്ങനെ വിസ്കോസിറ്റി കൂടിയ രക്തം പമ്പ് ചെയ്യാൻ ഹൃദയത്തിന് പ്രയാസം അനുഭവപ്പെടുകയും ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുകയും മരണം സംഭവിക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂട് പിടിപ്പിക്കുമ്പോൾ വിസ്കോസിറ്റി കുറയുകയും രക്ത ഓട്ടം പഴയ രീതിയിലാവുകയും ചെയ്യും. അതിനുശേഷം ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. ഇനി അടുത്ത് 4ാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം. പ്രകാശത്തിൻ്റെ പ്രതിപതനം. ഇതിൽ ആദ്യം തന്നെ വരുന്നത് പ്രതിപതന നിയമങ്ങളാണ്. പ്രതിപതനവുമായി അത് സമതല ദർപ്പണമാണെങ്കിലും ഗോളീയ ദർപ്പണം, കോൺവെക്സോ കോൺകേവ് ദർപ്പണങ്ങൾ ആണെങ്കിലും പ്രതിപതന നിയമങ്ങൾ ഒന്ന് തന്നെയാണ്. പതനകിരണം അഥവാ ഇൻസിഡൻ്റ് റേ, പ്രതിപതന കിരണം റിഫ്ലക്റ്റഡ് റേ, ലംബം അഥവാ നോർമൽ, പ്രതിപതന തലത്തിലേക്ക് വരയ്ക്കുന്ന ലംബം, ഇവ മൂന്നും ഒരേ തലത്തിലായിരിക്കും. അതുപോലെ തന്നെ പതനകിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോൺ, പതനകോൺ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. പ്രതിപതന കിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോൺ, പ്രതിപതന കോൺ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇവ രണ്ടും എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I എന്ന അക്ഷരം കൊണ്ടും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ R എന്ന അക്ഷരം കൊണ്ടും സൂചിപ്പിക്കുന്നു. അതായത് I = R ആയിരിക്കും. അതുപോലെ കോൺകേവ് ദർപ്പണങ്ങളും കോൺവെക്സ് ദർപ്പണങ്ങളും രൂപീകരിക്കുന്ന പ്രതിബിംബങ്ങളെക്കുറിച്ചും അറിയേണ്ടതുണ്ട്. ഒരു കോൺവെക്സ് ദർപ്പണം ഉണ്ടാകുന്ന പ്രതിബിംബം എപ്പോഴും രൂപം കൊള്ളുന്നത് ദർപ്പണത്തിൻ്റെ പോളിനും അതിൻ്റെ മുഖ്യ ഫോക്കസിനും ഇടയിലായിരിക്കും. ഈ പ്രതിബിംബം നിവർന്നതായിരിക്കും, മിഥ്യയായിരിക്കും. എന്നാൽ ഒരു കോൺകേവ് ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബം ആ ദർപ്പണത്തിൽ നിന്നും എവിടെയാണ് വസ്തു വച്ചിരിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും പ്രതിബിംബത്തിൻ്റെ സ്വഭാവവും മാറിക്കൊണ്ടേയിരിക്കും. കോൺവെക്സ് ദർപ്പണമാണ് നമ്മൾ വാഹനങ്ങളിൽ പിൻവശം കാണുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കോൺവെക്സ് ദർപ്പണത്തിന് വളരെ വിശാലമായ ഒരു പ്രദേശത്തിൻ്റെ പ്രതിബിംബം രൂപീകരിക്കാൻ സാധിക്കും. എ കോൺവെക്സ് മിറർ ഗിവ്സ് വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ. Therefore, it is used as a rear view mirror in vehicles. അതുപോലെ തന്നെ ഒരു കോൺകേവ് ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബം വസ്തുവിൻ്റെ സ്ഥാനത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. If an object is placed in between F and C of a concave mirror, then the image is formed beyond C. The image is magnified, the image is real, and also it is inverted. ഒരു പ്രതിബിംബത്തെ നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് റിയൽ ഇമേജാണ്, യഥാർത്ഥ പ്രതിബിംബം. എന്നാൽ ഒരു പ്രതിബിംബത്തെ നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് മിഥ്യാപ്രതിബിംബമാണ്, വിർച്വൽ ഇമേജ്. ഇനി അടുത്തത് നമുക്ക് പരിശോധിക്കേണ്ട ദർപ്പണ സമവാക്യം. 1/f = 1/v + 1/u. Or F is equal to uv by u plus v. F എന്നത് ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരവും v പ്രതിബിംബത്തിലേക്കുള്ള അകലവും u വസ്തുവിലേക്കുള്ള അകലവും ആണ്. അതുപോലെ ആവർധനം, ദർപ്പണത്തിൻ്റെ ആവർധനം m is equal to hi/ho or m is equal to -v/u ആയിരിക്കും. ഒരു ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബം വസ്തുവിനേക്കാൾ എത്ര വലുതാണ് അല്ലെങ്കിൽ എത്ര ചെറുതാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു അനുപാത സംഖ്യയാണ് ആവർധനം. ഇനി ഇവിടെ
ദർപ്പണവുമായി ബന്ധപ്പെട്ട മിററുമായി ബന്ധപ്പെട്ട ഡിസ്റ്റൻസുകൾ മെഷർ ചെയ്യുമ്പോൾ എഫ് യു വി ഇവ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി അനുസരിച്ചുള്ള ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്യേണ്ടതാണ്. എല്ലായ്പ്പോഴും പതനകിരണത്തിൻ്റെ ദിശ ഇടത്തുനിന്ന് വലത്തേക്കാണ്. ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് റേ ഈസ് ടേക്കൺ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഓൾ ഡിസ്റ്റൻസസ് ആർ മെഷേർഡ് ഫ്രം പോൾ. Distances measured in the same direction of incident ray are taken as positive. And the distances measured opposite to the direction of incident ray is taken as negative. Distances measured upwards from the principal axis is taken as positive, and that measured downwards from the principal axis is taken as negative. ഇനി അടുത്ത യൂണിറ്റ് പ്രകാശത്തിൻ്റെ അപവർത്തനമാണ്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അതിൽ ആദ്യം തന്നെ നമുക്ക് പരിശോധിക്കേണ്ടത് പ്രകാശത്തിൻ്റെ അപവർത്തനവും അതുപോലെ തന്നെ പ്രകാശ സാന്ദ്രതയും പ്രകാശ പ്രവേഗവും തമ്മിലുള്ള ബന്ധവുമാണ്. പ്രകാശിക സാന്ദ്രത അഥവാ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മാധ്യമങ്ങളിൽ പ്രകാശ വേഗം കുറവായിരിക്കും. ഓപ്റ്റിക്കൽ ഡെൻസിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ മാധ്യമങ്ങൾക്കും ഒരേ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ല. ഓപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു മാധ്യമത്തിന് പ്രകാശത്തിൻ്റെ വേഗത്തെ സ്വാധീനിക്കാനുള്ള കഴിവാണ് ഓപ്റ്റിക്കൽ ഡെൻസിറ്റി. ഇവിടെ ജലം, മണ്ണെണ്ണ, വാട്ടർ കെറോസിൻ അവ എടുത്താൽ അവയുടെ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി എങ്ങനെയായിരിക്കും? മാസ് ഡെൻസിറ്റി പറയുമ്പോൾ ജലത്തിനാണ് ഡെൻസിറ്റി കൂടുതൽ, മണ്ണെണ്ണയ്ക്ക് കുറവും. കാരണം മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കും. അതേസമയം ഓപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ കാര്യത്തിൽ മണ്ണെണ്ണയ്ക്കാണ് ജലത്തേക്കാൾ ഓപ്റ്റിക് ഡെൻസിറ്റി കൂടുതൽ. അതുകൊണ്ട് തന്നെ മണ്ണെണ്ണയിലൂടെ പ്രകാശവേഗം കുറവാണ് ജലത്തിലെ ഉള്ളതിനേക്കാൾ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം പരിശോധിക്കാം. ഒരു ബീക്കറിൽ എടുത്ത ജലത്തിലേക്ക് ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം കടത്തിവിടുമ്പോൾ ലഭിച്ച പ്രകാശത്തിൻ്റെ പാത ചിത്രീകരിച്ചിരിക്കുന്നു. പ്രകാശരശ്മിയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കാൻ കാരണമായ പ്രകാശ പ്രതിഭാസമേത്? അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ. ഈ പ്രതിഭാസത്തിന് പ്രായോഗിക നിർവചനം എഴുതുക. When a ray of light incident obliquely from one transparent medium to another transparent medium having a difference in optical density, it deviates. This phenomenon is known as refraction. It deviates at the surface of separation of the two media. പ്രകാശിക സാന്ദ്രത എന്നാൽ എന്ത്? ഒരു മാധ്യമത്തിന് അതിൽ കൂടിയുള്ള പ്രകാശ വേഗത്തെ സ്വാധീനിക്കാനുള്ള കഴിവാണ് പ്രകാശിക സാന്ദ്രത. പ്രകാശിക സാന്ദ്രതയും പ്രകാശവേഗവും തമ്മിലുള്ള ബന്ധം. പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ പ്രകാശവേഗം കുറയും. അതുപോലെ തന്നിരിക്കുന്ന മാധ്യമങ്ങളെ അവയുടെ പ്രകാശിക സാന്ദ്രതയുടെ അവരോഹണ ക്രമത്തിൽ എഴുതുക. ഇവിടെ തന്നിരിക്കുന്നത് ഗ്ലാസ്, ജലം, വജ്രം, വായു. അവരോഹണ ക്രമം എന്ന് പറയുമ്പോൾ കുറയുന്ന ക്രമം. ഇവിടെ ഏറ്റവും കൂടുതൽ വജ്രത്തിനാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഗ്ലാസ്, ജലം, ഏറ്റവും കുറവ് വായുവിലാണ്. ആരോഹണ ക്രമത്തിൽ എഴുതാൻ പറഞ്ഞാൽ വായു, ജലം, ഗ്ലാസ്, വജ്രം. ഇനി അടുത്തതായി പരിശോധിക്കേണ്ട ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് പൂർണ്ണാന്തര പ്രതിപതനമാണ്. അപ്പോൾ പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കണമെങ്കിൽ രണ്ട് കണ്ടീഷൻസാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അതായത് പ്രകാശം എപ്പോഴും സഞ്ചരിക്കുന്നത് സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്കായിരിക്കണം. അതുപോലെ തന്നെ പതന കോൺ എപ്പോഴും ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കണം. സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലെ അപവർത്തന കോൺ 90 ഡിഗ്രി ആകുമ്പോൾ സാന്ദ്രത കൂടിയ മാധ്യമത്തിലെ പതന കോൺ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ക്രിട്ടിക്കൽ കോൺ. ഗ്ലാസിനെ സംബന്ധിച്ചിടത്തോളം ക്രിട്ടിക്കൽ കോൺ 42 ഡിഗ്രിയാണ്. എപ്പോഴെങ്കിലും പ്രകാശം ഗ്ലാസിൽ നിന്ന് വായുവിലേക്ക് കടക്കുമ്പോൾ 42 ഡിഗ്രിയേക്കാൾ കൂടുതൽ പതനകോണിൽ പതിക്കാനിടയായാൽ ആ പ്രകാശം മുഴുവനും ഗ്ലാസിലേക്ക് തന്നെ പ്രതിപതിക്കും. ഈ പ്രതിഭാസമാണ് പൂർണ്ണാന്തര പ്രതിപതനം അഥവാ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. പൂർണ്ണാന്തര പ്രതിപതനത്തിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ പൂർണ്ണാന്തര പ്രതിപതനം പ്രയോജനപ്പെടുന്ന മേഖലകളാണ് ടെലികമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയ രംഗത്ത്, അതുപോലെ തന്നെ വൈദ്യശാസ്ത്ര രംഗത്ത് എൻഡോസ്കോപ്പി ചെയ്യാനും പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയുന്ന പ്രതിഭാസം ഉപയോഗപ്പെടുത്തും. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. അടുത്ത യൂണിറ്റ് കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. അതിൽ ആദ്യത്തെ ഫോക്കസ് ഏരിയ പ്രകാശ
പ്രകീർണനം. ഡിസ്പേഴ്സൺ ഓഫ് ലൈറ്റ്. അപ്പോൾ ഇവിടെ പ്രകാശ പ്രകീർണനം കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഒരു പ്രിസം എടുക്കുന്നു, ഗ്ലാസ് പ്രിസം. ആ പ്രിസത്തിലേക്ക് ഒരു ടോർച്ചിൽ നിന്നുള്ള പ്രകാശം പതിപ്പിക്കുന്നു. ഈ പ്രിസത്തിൽ കൂടി കടന്നു വരുന്ന പ്രകാശത്തെ ഒരു സ്ക്രീനിൽ പതിപ്പിച്ചാൽ നമുക്ക് അവിടെ ധവളപ്രകാശത്തിന് പകരം, ടോർച്ചിൽ നിന്ന് വരുന്ന ധവളപ്രകാശത്തിന് പകരം ഒരു വർണ്ണരാജി അല്ലെങ്കിൽ സ്പെക്ട്രം ഓഫ് ലൈറ്റ് കാണാനായി കഴിയും. സ്ക്രീനിൽ രൂപപ്പെട്ട വർണ്ണങ്ങൾ ഏതെല്ലാം? ഒരു മഴവില്ലിൽ കാണുന്നത് പോലെ നമുക്ക് 7 വർണ്ണങ്ങൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നീ വർണ്ണങ്ങളാണ് നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഇത് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിച്ച ഘടകവർണ്ണങ്ങൾക്ക് സമാനമാണോ? അതെ, തീർച്ചയായും സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന ഘടകവർണ്ണങ്ങൾ തന്നെയാണ് ഇത്. ഈ പ്രതിഭാസം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഡിസ്പേഴ്സൺ അല്ലെങ്കിൽ പ്രകാശ പ്രകീർണനം. ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിച്ച വർണ്ണം ഏതാണ്? ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്നത് വയലറ്റിനാണ്. കാരണം വയലറ്റിന് തരംഗദൈർഘ്യം വളരെ കുറവാണ്. ഏറ്റവും കുറഞ്ഞ വ്യതിയാനം സംഭവിച്ച വർണ്ണം? ഏറ്റവും കുറഞ്ഞ വ്യതിയാനം സംഭവിക്കുന്നത് റെഡിനാണ് അല്ലെങ്കിൽ ചുവപ്പിനാണ്. കാരണം ചുവപ്പിന് തരംഗദൈർഘ്യം കൂടുതലാണ്. തരംഗദൈർഘ്യം കൂടിയ വർണ്ണങ്ങൾ വ്യതിയാനം കൂടാതെ വളരെ ദൂരം സഞ്ചരിക്കും. അതുകൊണ്ടാണ് ചുവപ്പ് വർണ്ണത്തെ നമ്മൾ വാഹനങ്ങളുടെ ടെയിൽ ലാമ്പിലും അപകട സൂചനാ സിഗ്നലുകളിലും ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് വർണ്ണങ്ങളുടെ സംയോജനമാണ്. എങ്ങനെയാണ് ഒരു പ്രിസത്തിലൂടെ ധവളപ്രകാശത്തെ കടത്തിവിട്ടപ്പോൾ ഉണ്ടായ ഘടകവർണ്ണങ്ങളെ ചേർത്ത് വീണ്ടും ധവളപ്രകാശം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇനി പരിശോധിക്കേണ്ടത്. ഒന്നാമത്തെ പ്രിസത്തിലൂടെ പ്രകാശം കടന്നുപോയപ്പോൾ ഘടകവർണ്ണങ്ങളായി വേർപിരിഞ്ഞു. എന്നാൽ ഈ പ്രിസത്തിന് സമീപം മറ്റൊരു പ്രിസം പാദം മുകളിലായി വരത്തക്ക രീതിയിൽ ക്രമീകരിച്ചാൽ സ്ക്രീനിൽ 7 വർണ്ണങ്ങൾക്ക് പകരം നമുക്ക് സമന്വിത പ്രകാശം, ധവളപ്രകാശം കാണാവുന്നതാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്? കാരണം ഒന്നാമത്തെ പ്രിസത്തിൽ നിന്ന് വരുന്ന ഘടകവർണ്ണങ്ങൾ മറ്റ് പ്രിസത്തിലൂടെ കടന്നു പോയപ്പോൾ ആദ്യത്തെ പ്രിസത്തിൽ എന്ത് നടന്നോ അതിന് നേരെ വിപരീതമായ പ്രവർത്തനങ്ങളായിരിക്കും രണ്ടാമത്തെ പ്രിസത്തിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ഘടകവർണ്ണങ്ങൾ സംയോജിച്ച് ധവളപ്രകാശമായി മാറുകയാണ് ചെയ്തത്. അന്തരീക്ഷത്തിൽ മഴവില്ല് രൂപം കൊള്ളുന്നത് ഏത് പ്രതിഭാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്? പ്രകാശ പ്രകീർണനം എന്ന് പറയുന്ന പ്രതിഭാസത്തിൻ്റെ അല്ലെങ്കിൽ ഡിസ്പേഴ്സൺ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ഫിനോമിനൻ്റെ അടിസ്ഥാനത്തിലാണ് അന്തരീക്ഷത്തിൽ മഴവില്ല് രൂപപ്പെടുന്നത്. അന്തരീക്ഷത്തിലെ ജലകണികളിൽ വച്ച് പ്രകാശത്തിന് സംഭവിക്കുന്ന പ്രകീർണനമാണ് മഴവില്ലിന് കാരണം. അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു ജലകണികയ്ക്കുള്ളിലേക്ക് സൂര്യപ്രകാശ രശ്മി കടക്കുമ്പോൾ ആദ്യം അതിന് അപവർത്തനം സംഭവിക്കുന്നു. ഇങ്ങനെ അപവർത്തനം സംഭവിച്ച രശ്മി ആ ജലത്തുള്ളിയിൽ നിന്ന് വായുവിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് ആന്തര പ്രതിപതനം സംഭവിക്കുകയും വീണ്ടും വായുവിലേക്ക് കടക്കുന്ന സമയത്ത് അപവർത്തനം സംഭവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ജലകണികയ്ക്കുള്ളിലേക്ക് കടന്ന പ്രകാശരശ്മിക്ക് 2 പ്രാവശ്യം അപവർത്തനവും 1 പ്രാവശ്യം ആന്തര പ്രതിപതനവും സംഭവിക്കുന്നതിനാൽ പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്നു. ഡിസ്പേർഷന് അഥവാ പ്രകീർണനത്തിന് സദൃശ്യമായ ഒരു അനുഭവമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാളിന് മഴവില്ല് ഒരു ആർക്ക് പോലെയാണ് കാണാൻ കഴിയുന്നത്. ഈ ആർക്കിൻ്റെ പുറംവക്കിൽ ചുവപ്പും അകംവക്കിൽ വയലറ്റുമായിരിക്കും. എന്നാൽ വിമാനത്തിൽ പോകുന്ന ഒരാളിന് ഇത് ഒരു വൃത്താകൃതിയിലാണ് കാണാൻ കഴിയുന്നത്. മഴവില്ല് കിഴക്ക് ഭാഗത്ത് കാണുമ്പോൾ സൂര്യൻ ഏത് ഭാഗത്തായിരിക്കും? പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും. അടുത്ത് വീക്ഷണ സ്ഥിരതയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. എന്താണ് വീക്ഷണ സ്ഥിരത കൊണ്ട് അർത്ഥമാക്കുന്നത്? കത്തിച്ച ചന്ദനത്തിരി വൃത്താകൃതിയിൽ വളരെ വേഗത്തിൽ ചുഴറ്റുമ്പോൾ വൃത്തത്തിൽ തീ കാണാൻ സാധിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ണിൻ്റെ ഏത് പ്രത്യേകതയാണ് ഇങ്ങനെ കാണപ്പെടാൻ കാരണം? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. എന്താണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ? നമ്മുടെ കണ്ണിൽ ഉണ്ടാകുന്ന ഒരു ദൃശ്യാനുഭവം 16 സെക്കൻഡ് സമയം നമ്മുടെ കണ്ണിൽ തങ്ങി നിൽക്കും. ഇതിനിടയിൽ മറ്റൊരു ദൃശ്യം കൂടി കണ്ണിലെത്തുകയാണെങ്കിൽ ഇവ രണ്ടും ചേർന്നുള്ളൊരു ദൃശ്യാനുഭവമായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. ഇതാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെങ്കിൽ വീക്ഷണ സ്ഥിരത. പ്രകാശത്തിൻ്റെ വിസരണം അഥവാ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും
പകൽ സമയത്ത് വീടിനുള്ളിൽ പ്രകാശം ലഭിക്കുന്നു. എന്തായിരിക്കാം കാരണം? വിസരണം കൊണ്ടാണ് പകൽ സമയത്തും നമുക്ക് വീടിനുള്ളിൽ പ്രകാശം ലഭിക്കുന്നത്. സൂര്യപ്രകാശത്തിന് അന്തരീക്ഷത്തിലെ ജലകണികളിലും പൊടിപടലങ്ങളിലും അതുപോലെ തന്നെ മരങ്ങളിലും ഒക്കെ തട്ടി പ്രകാശം എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കുന്നത് കൊണ്ട് തന്നെയാണ് മുറിക്കുള്ളിലും പ്രകാശം എത്തിച്ചേരുന്നത്. പ്രകാശത്തിൻ്റെ വിസരണം തെളിയിക്കുന്നതിനുള്ള ഒരു പരീക്ഷണം ആസൂത്രണം ചെയ്യാൻ ടീച്ചർ ആവശ്യപ്പെട്ടു. പരീക്ഷണം ചെയ്യാൻ ആവശ്യമായ സാമഗ്രികൾ: ഒരു സ്ഫടികപാത്രം, ജലം, ടോർച്ച്, സോഡിയം തയോസൾഫേറ്റ് തരികൾ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഒരു സ്ക്രീൻ എന്നിവയാണ് പരീക്ഷണത്തിനാവശ്യമായ സാമഗ്രികൾ, മെറ്റീരിയൽസ്. പരീക്ഷണക്രമം നമുക്കൊന്ന് ചുരുക്കി പറഞ്ഞാലോ? തീർച്ചയായും. സ്ഫടിക പാത്രത്തിൽ ജലം നിറയ്ക്കുക, ടോർച്ച് തെളിയിച്ച് പ്രകാശം സ്ഫടിക പാത്രത്തിലൂടെ അപ്പുറത്തെ വശത്തുള്ള സ്ക്രീനിലേക്ക് പതിപ്പിക്കുക. പ്രകാശം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്ഫടിക പാത്രത്തിലെ ജലത്തിൽ 1 ലിറ്റർ ജലത്തിന് 2 ഗ്രാം എന്ന കണക്കിന് സോഡിയം തയോസൾഫേറ്റ് തരികൾ ലയിപ്പിക്കുക. തുടർന്ന് ഏതാനും തുള്ളി ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈ ജലത്തിലേക്ക് ചേർക്കുക. അപ്പോൾ സ്ക്രീനിൽ ധവള പ്രകാശത്തിന് പകരം ആദ്യം ഒരു നീല നിറം വ്യാപിക്കുന്നത് പോലെ കാണാം. അത് കഴിഞ്ഞ് അത് മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് വർണ്ണങ്ങളിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. സോഡിയം തയോസൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് സൾഫർ കണികകൾ ഈ ജലത്തിൽ രൂപം കൊള്ളുകയാണ്. സമയം കഴിയുന്നതിനനുസരിച്ച് സൾഫർ കണികകളുടെ വലിപ്പം കൂടും. വലിപ്പം കൂടുമ്പോൾ തരംഗദൈർഘ്യം കൂടിയ വർണ്ണങ്ങൾക്ക് പോലും വിസരണം സംഭവിക്കുകയും അവയ്ക്ക് സ്ക്രീനിൽ എത്തിച്ചേരാൻ സാധിക്കാത്ത അവസ്ഥയുമാണ് ഉണ്ടാകുന്നത്. വിസരണവും വർണ്ണങ്ങളുടെ തരംഗദൈർഘ്യവും തമ്മിലുള്ള ബന്ധം: തരംഗദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് വിസരണം കുറയുകയും തരംഗദൈർഘ്യം കുറയുന്നതിനനുസരിച്ച് വിസരണം കൂടുകയും ചെയ്യും. കണികകളുടെ വലിപ്പം തരംഗദൈർഘ്യത്തേക്കാൾ കൂടുതലായാൽ എല്ലാ വർണ്ണങ്ങൾക്കും ഏതാണ്ട് ഒരേ തോതിലുള്ള വിസരണമാണ് നടക്കുക. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. അടുത്ത യൂണിറ്റ് നമുക്കിനി പരിശോധിക്കേണ്ടത് ഊർജ പരിപാലനം. അതിൽ ആദ്യത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഫോസിൽ ഇന്ധനങ്ങളാണ്. അതിൽ ഒരു ചോദ്യം പരിശോധിക്കാം. താഴെ പറയുന്നവയിൽ ഫോസിൽ ഇന്ധനം അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നത് കൽക്കരി, LPG, ഹൈഡ്രജൻ, പെട്രോൾ ഇവയാണ്. തീർച്ചയായും ഹൈഡ്രജനാണ് ഫോസിൽ ഇന്ധനം അല്ലാത്തത്. ഹൈഡ്രജൻ കലോറിഫിക് മൂല്യം വളരെ കൂടുതലുള്ള ഒരു ഇന്ധനമാണ്. പക്ഷേ നമുക്ക് ഡൊമസ്റ്റിക് പർപ്പസിന് അല്ലെങ്കിൽ വെഹിക്കിൾസ് ഓടിക്കുന്നതിന് നമുക്ക് ഹൈഡ്രജൻ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. എന്തായിരിക്കും കാരണം? കാരണം ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഹൈലി ഇൻഫ്ലമബിൾ ആയിട്ടുള്ള ഒരു ഇന്ധനമാണ്. അതുകൊണ്ട് തന്നെ ഇത് ശേഖരിച്ച് വയ്ക്കാൻ, സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒപ്പം തന്നെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനും വളരെ പാടാണ്. പക്ഷേ ഇതിൻ്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് 1,50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. CNG, LNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, ഇവയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കാര്യം ഇവയിലെ പ്രധാന ഘടകം മീഥെയിൻ ആണ് എന്നുള്ളതാണ്. അതുപോലെ LPG, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന പാചകവാതകമായ LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ബ്യൂട്ടൈൻ ആണ്. ഈ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് LPG എന്ന് പറയുന്നത് നിറമോ മണമോ ഇല്ലാത്തൊരു വാതകമാണ്. എന്നിരുന്നാലും നമുക്ക് വീടുകളിൽ ഗ്യാസ് ചോർച്ചയുണ്ടായാൽ അതിൻ്റെ ഒരു മണം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിന് കാരണം ഈ ഗ്യാസിനൊപ്പം ചേർക്കുന്ന ഈഥൈൽ മെർക്യാപ്റ്റൺ എന്ന് പറയുന്ന വസ്തുവാണ്. നമ്മൾ ഗ്യാസ് തുറക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഗന്ധത്തിന് കാരണം ഈഥൈൽ മെർക്യാപ്റ്റനാണ്. അതുപോലെ തന്നെ LNG നമുക്ക് ലിക്വിഫൈ ചെയ്ത് ദൂര സ്ഥലങ്ങളിലേക്ക് സുരക്ഷിതമായി കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വാതകമാണ്. അതുപോലെ LPG നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് വളരെ സുരക്ഷിതമായി ഉപയോഗിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്യാസ് സിലിണ്ടറിൽ തന്നെ ചില സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഗാർഹിക ആവശ്യത്തിനുള്ള LPG സിലിണ്ടറിൽ C26 തുടങ്ങിയ രേഖപ്പെടുത്തലുകൾ
നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താണ് ഈ രേഖപ്പെടുത്തൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? C26 എന്ന് പറഞ്ഞാൽ ഇത് 2026 സെപ്റ്റംബർ വരെ മാത്രമേ ഈ സിലിണ്ടർ ഉപയോഗിക്കാവുള്ളൂ എന്നാണ്. എ എന്ന രേഖപ്പെടുത്തൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എ എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത് ഒരു വർഷത്തിൻ്റെ തുടക്കത്തിലുള്ള 3 മാസങ്ങൾ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ മാസങ്ങളാണ്. അതിൽ ചേർന്ന് വരുന്ന നമ്പർ സൂചിപ്പിക്കുന്നത് വർഷത്തെയുമാണ്. അപ്പോൾ B26 എന്ന രേഖപ്പെടുത്തൽ നിന്നും എന്ത് മനസ്സിലാക്കാം? അതായത് 2026 ജൂൺ വരെ മാത്രമേ ഈ സിലിണ്ടർ ഉപയോഗിക്കാവൂ എന്നാണ് ഈ രേഖപ്പെടുത്തലിൽ നിന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് കഴിയുന്നത്. ബ്രൗൺ എനർജി, ഗ്രീൻ എനർജി എന്നിവയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ടത്? ഗ്രീൻ എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതിക്ക് ഹാനികരമല്ലാത്ത എനർജി രൂപങ്ങളാണ് ഗ്രീൻ എനർജി. പക്ഷേ ബ്രൗൺ എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതിക്ക് ഹാനികരമാവുന്ന തരത്തിലുള്ള ഊർജ്ജ രൂപങ്ങളാണ്. ഇവിടെ കുറേ ഊർജ്ജ രൂപങ്ങൾ തന്നിട്ടുണ്ട്. അവയെ ഗ്രീൻ എനർജി, ബ്രൗൺ എനർജി എന്നിങ്ങനെ തരംതിരിക്കണം. തിരമാലയിൽ നിന്നുള്ള ഊർജം, താപവൈദ്യുത നിലയങ്ങൾ, കാറ്റിൽ നിന്നുള്ള ഊർജം, ജലവൈദ്യുത നിലയങ്ങൾ, അണുശക്തി നിലയം, സൗര പാനലുകൾ, ഡീസൽ എഞ്ചിനുകൾ, ജിയോ തെർമൽ എനർജി. തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം എന്ന് പറയുന്നത് അത് ഗ്രീൻ എനർജിയാണ്. താപവൈദ്യുത നിലയങ്ങൾ ബ്രൗൺ എനർജിയാണ്. കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഗ്രീൻ എനർജിയാണ്. ജലവൈദ്യുത നിലയം ഗ്രീൻ എനർജിയാണ്. അണുശക്തി നിലയം ബ്രൗൺ എനർജിയാണ്. സൗര പാനലുകൾ ഗ്രീൻ എനർജിയാണ്. ഡീസൽ എഞ്ചിനുകൾ ബ്രൗൺ എനർജിയാണ്. ജിയോ തെർമൽ എനർജി ഗ്രീൻ എനർജിയാണ്. ഊർജ പ്രതിസന്ധി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഊർജത്തിൻ്റെ ആവശ്യകതയിലെ വർധനവും ഊർജത്തിൻ്റെ ലഭ്യതയിലുള്ള കുറവുമാണ് ഊർജ പ്രതിസന്ധി. ഈ ഊർജ പ്രതിസന്ധി ലഘൂകരിക്കാനുള്ള മാർഗങ്ങൾ? ശരിക്കും ഊർജ പ്രതിസന്ധി ലഘൂകരിക്കാനായിട്ട് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഒപ്പം തന്നെ വീടുകളും മറ്റുകളും നിർമ്മിക്കുന്ന അവസരത്തിൽ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് ഊർജ പ്രതിസന്ധി ലഘൂകരിക്കാനായിട്ട് കഴിയും. ഫിസിക്സിലെ 7 യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട ഫോക്കസ് ഏരിയയിലെ പ്രധാന ആശയങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില മാതൃകാ ചോദ്യങ്ങൾ, മോഡൽ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. എല്ലാ പേരും നന്നായി പഠിക്കുക. ഉയർന്ന ഗ്രേഡുകൾ എല്ലാവർക്കും A+ കിട്ടാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.